ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്നാസ് സാജിദ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഇക്കുവിന്റെ ഉമ്മാടെ 60th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പൊ ഞാന് ആക്ച്വലി എന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ചൂണ്ടലിക്ക് വന്നേക്കണം. അപ്പൊ ഉമ്മക്ക് അറിയില്ല, ഉമ്മ തീരെ എക്സ്പെക്ട് ചെയ്യില്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരും എന്നുള്ളത്. പിന്നെ മക്കളെല്ലാവരും കൂടിയിട്ട് 3 പേരും ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ഉമ്മ വരുമ്പോഴത്തേക്കും കേക്കും പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് കൂടിയാണ്, കാരണം ഉമ്മ എന്തായാലും എക്സ്പെക്ട് ചെയ്യണുണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താവും ഉമ്മയുടെ ആ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കിയോക്കാം. നമ്മളെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മയുടെ കൂടെ ബാബിയും അസീമും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ എല്ലാ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാബിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. അപ്പൊ ബാബി ഉമ്മാനായിട്ട് നമുക്ക് ഇന്നമ്മയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്നുള്ളതായിരുന്നു കേട്ടോ പ്ലാൻ, ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ടേബിളിലെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ആദ്യം വെച്ചിട്ടുണ്ട്. പിന്നെ 2 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നമ്മൾ ഓർഡർ ചെയ്ത കേക്കുണ്ട്, പിന്നെ മാമിയുടെ വക മാമിയും ഒരു കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2ഉം സെയിം കേക്ക് തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ ഞങ്ങൾ മാമിയോട് പറഞ്ഞു വേറെ ഏതെങ്കിലും ഫ്ലേവർ വാങ്ങായിരുന്നു, അപ്പൊ 2 ടൈപ്പ് കേക്ക് ആവുമല്ലോ എന്നൊക്കെ. അപ്പോഴേ മാമി പറഞ്ഞു എല്ലാവർക്കും നല്ല വിശാലായിട്ട് കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ഉമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വന്നിട്ട് ആദ്യം ഡ്രിങ്ക് ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു, അത് കുടിച്ച്. റുവ ബേബി ഇതേ ഉമ്മമ്മ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ എപ്പോഴും സജനാത്താനെ കണ്ടു കഴിഞ്ഞാല് ഉമ്മമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കളിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യൂട്ടാ. അപ്പോൾ 2 പേരെയും കാണാൻ ഏകദേശം സിമിലർ ആണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വീഡിയോ കോളിൽ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഉമ്മ വന്നിട്ട് ഉമ്മ സർപ്രൈസ് ആവണത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് ഗ്രൂപ്പ് കോളൊക്കെ വിളിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അയിൻ ബേബിയുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? അയിൻ ബേബി അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇതേ വന്നിട്ട് ബെല്ലടിച്ചിട്ടുണ്ട് കേട്ടാ. Happy birthday to you. Happy birthday dear Umma. Happy birthday to you. ഞാനിൽ ചൈന റുവ അതും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാണ്. ഉമ്മമ്മ ഇങ്ങോട്ട് തിരി.
മാമി പറഞ്ഞത് കറക്റ്റ് ആണെന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായത്. കേക്ക് എടുത്ത് വരുമ്പം 2 കേക്ക് ഉണ്ടായത് നന്നായി. അതുകൊണ്ടാണ് എല്ലാവർക്കും അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കഴിക്കാൻ പറ്റി. 2 ഫ്ലേവർ ആയിരുന്നെങ്കിൽ അവിടെ തല്ലായിരുന്നു. എല്ലാവർക്കും 2 വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് 3 മക്കളുടെയും വകയുള്ള ഗിഫ്റ്റാണ്. അപ്പൊ ഞാനും ബാബിയും കൂടിയിട്ടാണ് അത് ഉമ്മാക്ക് കൊടുത്തത്. കേക്കൊക്കെ കഴിച്ചിരുന്നിരുന്ന കാരണം പിന്നെ ഉമ്മയുടെ കയ്യിലൊക്കെ കേക്ക് ആയിരുന്നു. അപ്പൊ ഉമ്മാക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത്. പിന്നെ മാമിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സെമിയും കുട്ടികളൊക്കെ കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കൊടുക്കുകയാണ്. നമ്മൾ ബർത്ത്ഡേക്ക് ക്ഷണിച്ച എല്ലാവരും ഓരോരോ ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഉമ്മ എന്തായാലും ഇതൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാവരെയും വിളിക്കുന്നു, ഇങ്ങനെ കുറെ ഗിഫ്റ്റ്സ് കിട്ടുന്നൊക്കെ. പിന്നെ അതേ ഷാജുന്നിമ്മ, ഫൗസിമാമി, കുഞ്ഞിമ്മ അവർ 3 പേരും കൂടിയിട്ടും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേ നമ്മളെല്ലാരും കൂടി കൊടുത്ത ഗിഫ്റ്റാണ് ഇത് കേട്ടോ. അപ്പൊ അതില് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐഷാസ് കിച്ചൺ പുതിയ പ്രോഡക്ട്സ് ഇറക്കിയിട്ടുണ്ട്. ഫേസ് വാഷ്, സോപ്പ്, അതുപോലെ സെറം എല്ലാം ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അബായ, പിന്നെ 2 സ്പ്രേ ബോട്ടിൽ, അതൊക്കെ. അപ്പൊ നമ്മൾ ആദിലൂനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ ഹാമ്പേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അവളോടാണ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഹാമ്പർ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാട്ടോ. പിന്നെ ഇതേ മാമി കൊടുത്തിട്ടുണ്ടായിരുന്നത് നിസ്കാര കുപ്പായായിരുന്നു. അതേപോലെ സെമിയും കുട്ടികളും കൂടിയിട്ട് കൊടുത്തതാണ് ഈ ഒരു ബോക്സ്. അപ്പൊ അതില് ഇങ്ങനെ നൈറ്റിയും ഷോളും അതേപോലെ തന്നെ ഒരു ബാഗും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഓരോ നൈറ്റിയും ഷോളും കൂടി സെറ്റായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു 3 പേരും. എന്തായാലും ഉമ്മ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്ത ആ ഒരു അബായൊക്കെ ഇട്ടിട്ട് കാണിച്ചു കേട്ടാ. രസമുണ്ടായിരുന്നു. ആ ഒരു കളറ് മടയിൽ ഇല്ലാത്ത കളറായിരുന്നു. പിന്നെ ഇട്ടിട്ടും കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മന്തിയാണ്. അതിലേക്ക് ഇതേ ചിക്കൻ, അതുപോലെ മയണൈസും പിന്നെ വേറൊരു ചട്നിയും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഓരോരോ സൈഡിലായിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇരുന്നിട്ട് കഴിച്ചത് കേട്ടോ. കാരണം ഞാൻ റുവ ബേബിക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ലാസ്റ്റ് ഇരുന്ന് കഴിച്ച് പിന്നെ കുറച്ച് ടൈം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് എണീച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാന് റിസമോളെയും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് കുട്ടികളൊക്കെ കൂടി ഭയങ്കര കളിയായിരുന്നു. യൂനോ കാർഡ് കളിക്കുക, ഇമ്പോസ്റ്റർ കളിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാനും അവരെ കൂടെ ജോയിൻ ചെയ്തിട്ട് കളിക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു പോകണമല്ലോ. നെക്സ്റ്റ് ഡേ റിസാക്കാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സും ഉണ്ട്. അപ്പൊ മാമി കൊണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഉമ്മ, മാമി, പിന്നെ അസമോള്, റിച്ചു അവരെല്ലാരും കൂടിയിട്ട് ഞങ്ങളെ തിരിച്ച് തിരുവത്രയ്ക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേ നമ്മൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ഷംസി ബാബിയുടെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വന്നേക്കണ്. സൗണ്ട് ഉണ്ടാക്ക. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ചായ എടുക്കാന്ന് പറഞ്ഞിട്ട് 2 ആന്റിമാരും കൂടിയിട്ട് കിച്ചണില് ചായ ഉണ്ടാക്കി അതുപോലെ പഴംപൊരി ഉണ്ടാക്കണൊക്കെ തിരക്കിലാണ്. അപ്പോ നൂർജാന്റിയുടെ പഴംപൊരി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. പിന്നെ അതേ ഇവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടൊക്കെ ഉണ്ടാ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.